എൻ്റെ ഒരു കേസിൻ്റെ ഇതിലാണെങ്കിൽ അയാൾ ഹസ്ബൻഡ് പുരുഷൻ കല്യാണം കഴിച്ചപ്പോൾ ആ പെൺകുട്ടി മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടിയായിരുന്നു. അത് പറയാതെ അവർ കല്യാണം കഴിപ്പിച്ചു. പക്ഷേ കല്യാണം കഴിച്ച് ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ആ കുട്ടിക്ക് പ്രോബ്ലം ഉണ്ട്, ടാബ്ലറ്റ് എടുക്കുന്ന കുട്ടിയാണ്, മെൻ്റൽ ഡിസോർഡർ എടുക്കുന്നതാണ്. പക്ഷെ അത് പറഞ്ഞിരുന്നെങ്കിൽ അയാൾ അത് അറിഞ്ഞു വെച്ച് ചെയ്യുമായിരുന്നു, അതനുസരിച്ച് ഇത് ചെയ്യായിരുന്നു. പക്ഷെ അത് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ് ചെയ്താൽ അത് വേറെ. ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെ, അത് അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ ആ കുട്ടിയും സേഫാണ് എന്നുള്ള കാര്യം അവരുടെ പാരൻസ് ചിന്തിക്കുന്നില്ല. അതെന്നതാന്ന് വെച്ചാൽ ചിലവർ സജസ്റ്റ് ചെയ്യും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാറും. ഏറ്റവും വലിയ വിദ്യാധാരണയാണ്. അപ്പോൾ ആ കല്യാണം കഴിഞ്ഞാൽ മാറും, അല്ലെങ്കിൽ ഒരു പ്രസവം കഴിഞ്ഞാൽ ഈ അസുഖം മാറും, എപ്പിലെപ്സി, ഈ മെൻ്റൽ ഡിസോർഡർ, ഇതെല്ലാം കല്യാണം കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞാൽ മാറും. ചില വലിയ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മാറിയെന്ന് വരാം. പക്ഷേ വലിയ ഡിസോർഡർ, മെൻ്റൽ ഡിസോർഡർ ഉള്ള കുട്ടി, സ്ക്രിസോഫീനിയ ഉള്ള ഒരു കുട്ടി കല്യാണം കഴിച്ച് കഴിഞ്ഞ് ടാബ്ലറ്റ് എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് അതിൻ്റെ എക്സ്ട്രീമിലോട്ട് പോകും. അപ്പോൾ ഈ കേസിലും അങ്ങനെയാണ് സംഭവിച്ചത്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടി ടാബ്ലറ്റ് എടുക്കാതിരുന്നു, ആ കുട്ടി എൻ്റെ എക്സ്ട്രീമിലോട്ട് പോയി ഹസ്ബൻഡിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്കും അയാൾക്ക് വേറെ നിർവാഹമില്ല. അപ്പോഴാണ് അറിയുന്നത് ഈ സംഭവം. അപ്പം പിന്നെ പെൺകുട്ടീനെ കൊണ്ട് തിരിച്ച് വീട്ടിലാക്കുക. കാരണം അല്ലെങ്കിൽ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡും ഫാമിലി അതിൻ്റെ അകത്ത് പിന്നെ അതിൽ കയറി തൂങ്ങേണ്ടി വരും.